ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഡ്രീം11 എന്താണ്, ഡ്രീം11 എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഈ ഒരു 2 മാസത്തെ വെക്കേഷനിൽ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ 18 വയസ്സിനുള്ള മുകളിലുള്ളവർ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും കളിക്കരുത്. പണം വെച്ചിട്ടുള്ള പരിപാടിയാണ്. സോ ഞാനിത് പ്രൊമോട്ട് ചെയ്യുകയല്ല, ബട്ട് നിങ്ങൾക്കുള്ളൊരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി, ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. സോ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഞാനിവിടെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. സോ ഇതെന്താണ്, ഡ്രീം11 എങ്ങനെയാണ്, ഡ്രീം11 എങ്ങനെ കളിക്കണം, എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ ഡ്രീം11 എന്താണെന്ന് അറിയുന്നതിന് മുന്നേ ഡ്രീം11 ഒരു ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഇവിടെ മെമ്പേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഗ്രൂപ്പുണ്ട്, മെമ്പേഴ്സ് ഗ്രൂപ്പുണ്ട്. ഒഫീഷ്യൽ ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ടീം കിട്ടും. മെമ്പേഴ്സ് ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാം. മത്സരത്തിലല്ല, ഡ്രീം11 എങ്ങനെ കളിക്കണം എന്നൊക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഡ്രീം11 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതിൻ്റെയും ലിങ്ക് വഴി കയറുകയാണെങ്കിൽ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ലിങ്ക് വഴി കയറുക, പുതിയ പ്ലെയേഴ്സ് ആണെങ്കിൽ. പിന്നെ ഹൗ ടു പ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഏകദേശം ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. വാട്ട് ഈസ് ഡ്രീം11? ഇതൊരു ഗാംബ്ലിംഗ് ആപ്ലിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതൊരു സ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ നടന്നു. സ്കിൽ യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ കൂടുതൽ ഞാൻ ഇതിൽ പ്രിഫർ ചെയ്യാറുള്ളത് നമ്മളെ ക്രിക്കറ്റ് കളിക്കാൻ തന്നെയാണ്. കാരണം ക്രിക്കറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഡ്രീം11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഏത് മത്സരമാണെന്ന് നമുക്ക് ജസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ കുറേ മത്സരം കാണാൻ പറ്റുമല്ലോ. ആദ്യം ഏത് മത്സരമാണെന്ന് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടീം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 പ്ലെയേഴ്സ് ഉണ്ടാവും. ഒരു മത്സരത്തിൽ കളിക്കാൻ 22 പ്ലെയേഴ്സ് ഉണ്ടാവും. ഇതിൽ നമുക്ക് 11 പ്ലെയേഴ്സിനെ എടുക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും നന്നായി കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സ്, അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ഇന്നത്തെ ഇവരൊക്കെ നന്നായി കളിക്കും എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇടാം. ഓക്കെ, നമ്മളിവിടെ ടീം സെലക്ട് ചെയ്തു. ഇനി ടീം സെലക്ട് ചെയ്തതിന് അടുത്ത ഓപ്ഷൻ ക്യാപ്റ്റൻ ആൻഡ് VC, അത് വൈസ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമാണ്. അതെങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇന്നത്തെ മത്സരം നമ്മുടെ ചെന്നൈ മുംബൈ ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ മുംബൈയിൽ രോഹിത് ശർമ്മയുണ്ട്, ചെന്നൈയിൽ ധോണിയുണ്ട്. ഇപ്പോൾ ധോണിക്ക് നമ്മൾ ക്യാപ്റ്റൻസി കൊടുത്തു. അപ്പോൾ ധോണി ഒരു 20 റൺസ് അല്ലെങ്കിൽ ഒരു 30 റൺസൊക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 30-40 പോയിന്റ് കയറും. ഇപ്പോൾ ഒരു 50 പോയിന്റ് കയറിയെന്ന് വെച്ചോ, നമ്മൾ ക്യാപ്റ്റൻസി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഡബിൾ ആവും. 100 പോയിന്റ് നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ വൈസ് ക്യാപ്റ്റൻ കൊടുത്ത രോഹിത് ശർമ്മ ഒരു 50-60 റൺസ് എടുത്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു 100 പോയിന്റ് കയറും. വൈസ് ക്യാപ്റ്റൻ കൊടുത്തു കഴിഞ്ഞാൽ പകുതി പോയിന്റ് കൂടുതൽ കിട്ടും. ഇപ്പോൾ 100 പോയിന്റാണ് കയറിയത്, അപ്പോൾ പകുതി പോയിന്റ് പറഞ്ഞാൽ 50. അപ്പോൾ ടോട്ടൽ 150 പോയിന്റ് നമ്മുടെ രോഹിത്തിനും കിട്ടും. ക്യാപ്റ്റൻ കൊടുത്ത ധോണിക്ക് 50 പോയിന്റ് എടുത്തുകൊണ്ട് 100 പോയിന്റ് ആയിട്ടും കിട്ടും, ഡബിളായിട്ടും കിട്ടും. സോ അതാണ് ക്യാപ്റ്റനും VCയും തമ്മിലുള്ള. പിന്നെ 11 പ്ലെയേഴ്സ്. അത് കൂടാതെ ഇതിൽ തന്നെ ഈ 11 പ്ലെയേഴ്സിലാണ് നമ്മൾ ഈ ക്യാപ്റ്റനും VCയും കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് കോൺടെസ്റ്റ്, കുറേ കോൺടെസ്റ്റുകൾ ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് നോക്കി നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. ഞാൻ ആദ്യം പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഏത് കോൺടെസ്റ്റ് കളിക്കണം എന്ന് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഏതാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു കോൺടെസ്റ്റ് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുക, എന്തൊക്കെ ചെയ്താലാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടുക എന്നതിനെ പറ്റിയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാൻറ്റസി പോയിന്റ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു 6 അടിച്ച് കഴിഞ്ഞാൽ 6 റൺസാണ് വരിക, പക്ഷേ 6 പോയിന്റ് അല്ല ഇവിടെ കയറുക, അതിൽ കൂടുതൽ കയറും. അങ്ങനെ കുറച്ച് വേരിയേഷൻസ് ഉണ്ട്. അതുപോലെ ഒരു വിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പോയിൻ്റാണ്, പക്ഷേ 25 പോയിൻ്റ് അല്ല, LBW ആകുമ്പോൾ +8 കൂടും. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അതുകൂടെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് പോയിന്റ് സിസ്റ്റം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. നമ്മുടെ ക്രിക്കറ്റിൻ്റെ പോയിന്റ് സിസ്റ്റമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ T20s മാക്സിമം ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. T20 അല്ലാതെ ഞാൻ പറയത്തില്ല. T20 മാക്സിമം കളിച്ചാൽ മതി. ഇപ്പോൾ ആദ്യം തന്നെ വിക്കറ്റ് ടേക്ക് ചെയ്യുന്ന സമയത്ത് 25 ആണ്. ഓക്കെ, 25 റൺസാണ് അദ്ദേഹത്തിന് പോയിൻറ്റ്സ് ആയിട്ട് കിട്ടുക. അത് റൺ ഔട്ട് ചെയ്താലൊന്നും 25 പോയിന്റ് കിട്ടത്തില്ല. വിക്കറ്റ് ടേക്ക് ചെയ്താൽ അദ്ദേഹത്തിന് 25 പോയിന്റ് കിട്ടും. 1 റൺസിന് 1 പോയിന്റ് കിട്ടും, +1 പോയിന്റ്. പിന്നെ ഡോട്ട് ബോളിന് 1 പോയിന്റ് കിട്ടും. അപ്പോൾ ഞാൻ ബോൾ ചെയ്തിട്ട് അവൻ അടിച്ചില്ല, അപ്പോൾ എനിക്കൊരു പോയിന്റ് കൂടി. ഇപ്പോൾ ഞാൻ 10 ഡോട്ട് ബോൾ ഇട്ടാൽ എനിക്ക് 10 പോയിന്റ് കിട്ടി, അത്രയേ ഉള്ളൂ. പിന്നെ ബൗളിംഗ് ഞാൻ പറഞ്ഞല്ലോ. ബാറ്റിങ്ങിൽ പറയുന്നത് 1 റൺസ് എടുത്താൽ 1 പോയിന്റ്. പിന്നെ ഒരു ബൗണ്ടറി ആണെങ്കിൽ 4 പോയിന്റ്. 6 ആണെങ്കിൽ 6 പോയിന്റ്. പിന്നെ 25 റൺസ് ആയി കഴിഞ്ഞാൽ 4 പോയിന്റ് കൂടുതൽ കിട്ടും. പിന്നെ 50 റൺസ് ആയി കഴിഞ്ഞാൽ പിന്നെയും 8 പോയിന്റ് കൂടുതൽ കിട്ടും. 75 റൺസ് ആയാൽ പിന്നെയും 12 പോയിന്റ്സ് കൂടുതൽ കിട്ടും. പിന്നെയും 100 റൺസ് ആയ ബോണസ് പോയിന്റ് ആയിട്ട് പിന്നെയും 16 പോയിന്റ് കിട്ടും. ഇപ്പോൾ ഡെക്കായി, ഇപ്പോൾ ഫസ്റ്റ് ബോളർ ഞാൻ വിക്കറ്റ് പോയി ഡെക്കായെന്ന് വെച്ചാൽ -2 പോയിന്റ് കുറയും. ഓക്കെ,
പിന്നെ എബോവ് 170 റൺസ് ഇപ്പോൾ 100 ബോളൊക്കെ ആണെങ്കിൽ 60. റൺ റേറ്റ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ബൗളിങ്ങിലാണെങ്കിൽ കുറച്ച് പറയാനുള്ളത്, ഡോട്ട് ബോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ്, വിക്കറ്റ് പോയി കഴിഞ്ഞാൽ 25 പോയിന്റ് കിട്ടും. LBW ആയിക്കഴിഞ്ഞാൽ 8 പോയിന്റ് പ്ലസ് വിക്കറ്റിൻ്റെ പോയിന്റ്. ഇപ്പോൾ ഞാൻ ബോളറിന് വിക്കറ്റ് അതായത് വിക്കറ്റ് കൊണ്ടുപോകാൻ LBW ആയിട്ട് വിക്കറ്റ് കൊണ്ടുപോയി 25+8 അങ്ങനെയാണ് പോയിന്റ്സ് കൂടുക. ടോട്ടൽ 33 പോയിന്റ്സ് കിട്ടും. പിന്നെ 3 വിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ 4 പോയിന്റ് കിട്ടും. പിന്നെ 4 വിക്കറ്റ്സ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ 8 പോയിന്റ് കിട്ടും. 5 വിക്കറ്റ് എടുത്താൽ പ്ലസ് 12 പോയിന്റ്. വിക്കറ്റ്സിൻ്റെ പോയിന്റ് കൂടാതെ അഡീഷണൽ ആയിട്ടാണ് ഈ പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബിലോ 5 റൺസൊക്കെ ആണെങ്കിൽ 6 പോയിന്റ്, ഒരു ഓവറിൽ 5 റൺസൊക്കെയാണ് 6 പോയിന്റ് കൂടും. ബിലോ 5.9 ഒക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ റൺസ് ചെറിയ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഫീൽഡിങ്ങിന് അഡീഷണൽ പോയിന്റ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫീൽഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാച്ച് പിടിച്ച 8 പോയിന്റ്, 3 ക്യാച്ച് പിടിച്ചാൽ പ്ലസ് 4 പോയിന്റ്, ഒരു ക്യാച്ച് പിടിച്ച 8, 3 ക്യാച്ച് പിടിച്ചാൽ 24 പ്ലസ് 4 പോയിന്റ്. അപ്പോൾ ടോട്ടൽ 28 പോയിന്റാണ് ഒരു ക്യാച്ച് പിടിച്ചാൽ കിട്ടുന്നത്. സ്റ്റെമ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബോൾ ക്യാച്ച് പിടിച്ചിട്ട് ഇപ്പോൾ വിക്കറ്റ് കീപ്പർ ക്യാച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റെമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 12 പോയിന്റ് കിട്ടും. റൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 പോയിന്റ് കിട്ടും. പിന്നെ റൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 പോയിന്റ് കിട്ടും. ഡയറക്റ്റ് ഹിറ്റ്, ഇപ്പോൾ ഞാൻ എറിഞ്ഞിട്ട് നേരെ സ്റ്റെമ്പിൽ കൊള്ളുകയാണെങ്കിൽ 12 പോയിന്റാണ്. അതുപോലെ തന്നെ ഇപ്പം മേടിച്ചിട്ട് ഇവനെ ഔട്ടാക്കുകയാണെങ്കിൽ എനിക്ക് 6 പോയിന്റ്, അവന് 6 പോയിന്റ്, അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ അഡീഷണൽ പോയിന്റ്സ് ക്യാപ്റ്റൻ, VC, പിന്നെ ലൈനപ്പിൽ അനൗൺസ് ചെയ്ത് തന്നെ 4 പോയിന്റ്, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് കയറിയ 4 പോയിന്റ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാറ്റിങ്ങിൻ്റെയും ബോളിങ്ങിൻ്റെയും പോയിന്റ്സും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടീം കൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇടണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു മാച്ച് തന്നെ ആയിരിക്കും മുംബൈ വേഴ്സസ് TT. ഇപ്പോൾ ക്രിയേറ്റ് ടീം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് കളിക്കാൻ പോകുന്ന പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് വരും. 7:00 മത്സരം എന്ന് വെച്ചാൽ 7 മണിക്ക് ലൈനപ്പ് അനൗൺസ് ചെയ്തിട്ടുള്ളൂ. ലൈനപ്പ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇന്ന് കളിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ വിക്കറ്റ് കീപ്പറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജോസ് ബട്ട്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ റിക്സൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഒരു ടീമിൽ രണ്ട് ടീമിലും കൂടെ 2 വിക്കറ്റ് കീപ്പറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ടീമിൽ ഒരു കീപ്പർ, മറ്റേ ടീമിൽ മറ്റൊരു കീപ്പർ. ഇപ്പോൾ നമ്മൾ ബട്ട്ലറിനെ എടുത്തു. ഓക്കെ, നമ്മുടെ GT ടീമിൻ്റെ വിക്കറ്റ് കീപ്പറാണ്. ബാറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് നല്ല പോയിന്റ്സ് കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയിലെടുത്തു. അതുപോലെ മുംബൈയിലും ബാറ്റിംഗ് ബോളിങ്ങും വിക്കറ്റ് കീപ്പിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് പോയിന്റ്സ് കൂടുതൽ കിട്ടുന്നുള്ള ഒരു ഇതിലെടുത്തു. ചിലപ്പോൾ റെയിൻ മിൻസാണ് ചിലപ്പോൾ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാറുള്ളത്. സോ വിക്കറ്റ് കീപ്പിംഗ് ചെയ്യും എന്ന് മാത്രമല്ല, അദ്ദേഹം കൂടെ ബാറ്റിംഗ് കൂടെ ചെയ്യുന്നതുകൊണ്ട് അതിന് പോയിന്റ്സ് കിട്ടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ശുഭ്മാൻ ഗിൽ ബാറ്റിംഗ് ചെയ്യും, നല്ല പോയിന്റ്സ് കിട്ടും. സായി സുദർശൻ ബാറ്റിംഗ് ചെയ്യും, നല്ല പോയിന്റ്സ് കിട്ടും. ഓൾറൗണ്ടേഴ്സിലാണെങ്കിൽ ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യും വിൽ ജാക്സ്, നല്ല പോയിന്റ്സ് കിട്ടും. ഹർദിക് പാണ്ഡ്യ ആണെങ്കിലും ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യും, നല്ല പോയിന്റ്സ് കിട്ടും. മിച്ചൽ സാന്തർ ആണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യും, പോയിന്റ്സ് കിട്ടും. അതുപോലെ റാഷിദ് ഖാൻ ആണെങ്കിൽ പോയിന്റ് കിട്ടും. രാഹുൽ ചഹാർ ആണെങ്കിൽ നല്ല ബോളിംഗ് ചെയ്യുന്ന, എല്ലാവരും പോയിന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ആരാണെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്യാപ്റ്റൻ VC കൊടുക്കുക. ഞാൻ ക്യാപ്റ്റൻ കൊടുക്കുന്നത് വിൽ ജാക്സിനാണ്. വിൽ ജാക്സ് ഒരു 40 റണ്ണും അടിച്ചു, 2 വിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോയിന്റ് ആയി. 140 പോയിന്റ് കയറും. അപ്പോൾ ക്യാപ്റ്റൻ കൊടുത്തോണ്ട് എനിക്ക് 240 പോയിന്റ് കിട്ടും. 120 പോയിന്റാണ് കിട്ടുകയെന്ന് വെച്ചാൽ എനിക്ക് 240 കിട്ടും, ഡബിൾ കിട്ടും. ഇനിയിപ്പോൾ വൈസ് ക്യാപ്റ്റൻ ഞാൻ സാന്താറിന് കൊടുത്തു. സാന്താർ ഒരു 50 പോയിന്റ് എടുത്തു. 50ൻ്റെ പകുതി എത്ര, 25. അപ്പോൾ 50 + 25 ടോട്ടൽ 75 പോയിന്റ് എനിക്ക് കിട്ടും. സോ അതാണ് ഇവിടെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റൻ്റെ ഓപ്ഷൻ. അത്രയേ ഉള്ളൂ. നമ്മൾ ക്യാപ്റ്റനും VCയും കൊടുത്ത് ഇവിടെ ടീം ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. നമുക്കിവിടെ ഒരുപാട് കോൺടെസ്റ്റുകൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ പ്രോഫിറ്റബിൾ ആവുമെന്ന് തോന്നുന്നത് അത് ഇതാ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 39 രൂപയുടെ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യുക. ജോയിനായി കണ്ടില്ലേ, ഈ 39 രൂപയുടെ ഗ്രാൻഡ് ലീഗ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. കാരണം പുതിയൊരു പ്ലെയർ വന്നിട്ട് ഡയറക്റ്റ് പൈസ ഒരുപാട് ഇട്ട് കളിക്കരുത്. ഒരു 100 രൂപ ആഡ് ചെയ്തിട്ട് ആദ്യത്തെ മത്സരം ഒരെണ്ണേ കളിക്കാൻ പാടുള്ളൂ. 39 രൂപയുടെ 49 രൂപയുടെ ഏതെങ്കിലും ഒന്ന് കളിച്ചിട്ട് അതെങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് എന്നൊക്കെ കുറച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനും കളിക്കാനൊക്കെ ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡ്രീം ടീം സെലക്ട് ചെയ്തു, ക്യാപ്റ്റൻസി ഇട്ടു, എല്ലാം ചെയ്തു. പരിപാടി തീർന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വരിക, ചോദിക്കുക, ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്ത് തരും. അതുപോലെ കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു കിടിലൻ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലിങ്ക് വഴി കയറിയാൽ മതി. ഓർഡർ അനുസരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓർഡർ അനുസരിച്ചിട്ടാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റും കിട്ടാറുള്ളത് കേട്ടോ. സോ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ മാക്സിമം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കുബേര ആണെങ്കിൽ കുബേര, പിന്നെ മൈ മാസ്റ്ററിലാണെങ്കിൽ അത് ട്രൈ ചെയ്യുക. ഏത് വേണമെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. അല്ലെങ്കിൽ കമൻറ്റായിട്ടും ചോദിക്കാം കേട്ടോ ഡൗട്ട്സൊക്കെ.